സാധനം എന്റെ മേടിക്കുന്നേ താങ്ങാനങ്ങട് താങ്ങാൻ കളിക്കണ കളി കുറച്ച് കൂടണ്ട എനക്ക്. അതിനെങ്ങനെ ഇട്ട് തല്ലി ഇടങ്ങറാക്കല്ലേ എന്റെ സുമാര. എന്നാ താമെന്ന് ഓമനിച്ചു കൊണ്ടോടൂ. കയ്യും പോത്തല്ല ഒന്നേ. അവൻ വന്നിട്ട് നിങ്ങളെ വന്ന് കണ്ടില്ലേ? ആര്? നിങ്ങളുടെ പഴയ ചങ്ങാതി എന്നെ കുത്തിയിട്ട് പോയില്ലേ പൊട്ടി. എന്റെ സുഖു ചെറുപ്പത്തിന്റെ തളപ്പിൽ എന്താ വേദാന്തൊന്നും വേണ്ട, നിങ്ങൾ അവന്റെ സൈഡിൽ നിൽക്കൂ. പക്ഷെ ഞാൻ വിടൂന്നില്ല അവനെ. അതായത് കണ്ടോ കത്തി കയറിയ പാടാ. അത് ഞാൻ മറന്നു. 2 ദിവസത്തെ വേദന. എന്റെ ചങ്കി കുത്തിയതോ മറക്കണോ ഞാൻ? അത് വിങ്ങുവാ, അറിയോ നിങ്ങക്ക്? ദേവി കല്യാണം കഴിഞ്ഞു ഭാര്യയും മക്കളൊക്കെ ആയിട്ട് വന്നിക്കണെന്ന് ഞാൻ പറഞ്ഞു കേട്ടെ. ഇനിയിപ്പോ രാഗിണി നിനക്ക് കേട്ടാലോ? കൊള്ളാം. സുമാരന്റെ അത്രക്ക് നാറിയ അവന് വേണ്ടാത്ത എനിക്കല്ലേ? എന്റെ പട്ടിക്ക് വേണ്ട, പട്ടിക്ക്. പക്ഷെ എന്റെ ജീവിതം തൊലച്ചതിന്റെ കണക്കവൻ പറയണം. അത് ഞാൻ പറയിപ്പിക്കും. കാലം മുഴുവൻ എന്നോട് കാട്ടിയാൻ അനുഭവിക്കണവള്. അമ്മയില്ലാത്ത നായിന്റെ മോള്. ഗോപാലേട്ടൻ എന്നെ മനസ്സിലായോ? മനസ്സിലൊക്കെ ആ പോണോ ആരാന്നറിയോ? അറിയാം. അവനെ കണ്ടോടാ ഞാൻ ഇറങ്ങിയത്. എന്തിനെ? അവൻ തന്നെ തിരക്കിയാ നടക്കണ്. ഓഹോ, എന്നാ ഇപ്പൊ തന്നെ കണ്ടുകളയല്ലോ. ദേവി അവൻ പോട്ടെ, നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയട്ടെ. എന്തിനിപ്പോ നാളത്തേക്കാക്കണേ? നീ പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് വരാൻ നടക്ക്. ഞാൻ മനഃപൂർവ്വം കുത്തിയൊന്നുമല്ല, എങ്ങനെയോ കൊണ്ടു. അതിനിപ്പോ എന്നോട് പകരം വീട്ടുന്നെങ്കിൽ വീട്ടിക്കോട്ടെ. അതൊന്നും അല്ലടാ അവന്റെ വേദന. അവൻ ആശിച്ച പെണ്ണല്ലടാ അവന്റെ മുറപ്പെണ്ണ്. ചെറുപ്പം മുതൽ സ്വന്തം എന്ന് വിചാരിച്ചു കൊണ്ടുവന്നിട്ട് അവള് വേറെ ഒരുത്തിനെ സ്നേഹിച്ച അവന് സഹിക്കോ? അത് കുട്ടിക്കാലത്തെ കാര്യല്ലേ. 10-18 വർഷമായി ഞാൻ പോയിട്ട്. ഞാൻ പിന്നെ ഒരു കത്ത് പോലും വെച്ചിട്ടില്ല. പിന്നെന്താ? നീ മറന്നുപോയി. പക്ഷെ അവള് നിന്നെ മാത്രം ആലോചിച്ചിട്ടാ ജീവിക്കണേ. അതറിയോ നിനക്ക്? അവള് കരഞ്ഞു പറഞ്ഞതിന്റെ പേരില് പോലീസ് പോലും നിന്റെ പേര് പറഞ്ഞില്ല അവൻ, അറിയോ? അതിനുശേഷം 3-4 കൊല്ലം കഴിഞ്ഞ് വെളിച്ചപ്പാടും സുഖുവിന്റെ അച്ഛനും കൂടി അവരുടെ കല്യാണം നിശ്ചയിച്ച് നടത്താൻ പോയതാ. അപ്പൊ അവള് പറഞ്ഞു തൂങ്ങിച്ചാവുന്നു.